ഞാൻ ശ്രദ്ധിച്ചു, അത് നല്ല മണം. അവിടെ റിയാക്ഷൻ അതായിരുന്നു, ഞാൻ കയറി ചെന്നപ്പോൾ റിയാക്ഷൻ അതായിരുന്നു. ഈ മണം നമുക്ക് കോംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, ഒഫൻസീവ് ആണോ ഇല്ലയോ. പക്ഷെ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു. നീഷിന്റെ ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നീഷ് മെഹർ. നമുക്ക് കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂമാണ്, കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു DNA ആണ് മെഹർ. ഇത് ഫോർ വിമൻ എന്ന് പറഞ്ഞ് ഇറക്കിയതാണ്, പക്ഷെ വിമൻ അല്ല, ഇത് യൂണിസെക്സ് ആണ്, കംപ്ലീറ്റ് യൂണിസെക്സ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അത്. പക്ഷെ ഇത് വിമൻ എന്നും പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്, തെറ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് യൂണിസെക്സ് ആണ്, മെൻസിനും വർക്കൗട്ട് ആവും, വിമൻസിനും വർക്കൗട്ട് ആവും. പക്ക യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂം, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ മൂക്ക് കൊണ്ട് വെക്കേണ്ട ഒരു പെർഫ്യൂമാണ് മെഹർ. ഞാൻ ട്രൈ ചെയ്തു. ഓക്കെ, ഇനി ഈ പെർഫ്യൂമിലേക്ക് വരാം. നീഷ് അവരുടെ 2-3 നമ്മൾ ട്രൈ ചെയ്തു, മിൽക്കി വേ, സുനാര, ടൊബാക്കോ, വാനില. അതിനുശേഷം എനിക്ക് ഒരാൾ പേഴ്സണലി പറഞ്ഞൊരു പെർഫ്യൂം ട്രൈ ചെയ്യും, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. പറഞ്ഞത് സത്യമാണ്, അത് കിടിലൻ പെർഫ്യൂം. നമുക്ക് ഈ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ്. സോ പാക്കേജിങ് നല്ലൊരു പാക്കേജിംഗ് ആണ്, കിടിലൻ പാക്കേജിങ് കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ഡേ പെർഫ്യൂമാണ് ഇത്. ഞാൻ ഇവിടെ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. 6850 രൂപ വാങ്ങിയപ്പോൾ വിലയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. സോ എക്സ്ട്രാ കോൺസെൻട്രേഷനിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നല്ലൊരു കാര്യമാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. നല്ല പാക്കേജിങ്, കട്ടിയുള്ള പാക്കേജിങ്. 100 ml ബോട്ടിലുണ്ടല്ലേ. ബോട്ടിൽ തന്നെ കാണാൻ എന്ത് രസം, കണ്ണിന് ഒരു കുളിർമ. നല്ലൊരു ഷൈനി ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ, മഞ്ഞ കളർ, ഒരു വൈഡൂര്യം, വജ്രം, ഗോമേതകം, അതുപോലുള്ള ഒരു ഡയമണ്ട് പോലുള്ള ഒരു കളർ, മഞ്ഞ നിറത്തിൽ നല്ലൊരു ഫിനിഷ്, നല്ലൊരു ബോട്ടിൽ. വെർസാച്ചയുടെ ക്രിസ്റ്റൽ, ബ്രൈറ്റ് ക്രിസ്റ്റലോ ഇതുപോലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ കൊടുത്തിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. ഈ ബോട്ടിൽ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? സമ്മർ, വെയിൽ, ചൂട്, അതൊക്കെയല്ലേ. അത് തന്നെയാണ് ഈ പെർഫ്യൂം. ബോട്ടിൽ കളർ എന്താണോ തോന്നിപ്പിക്കുന്നത്, ആ ഒരു സമ്മർ സീസണിലെ ഒരു വെയിലും ചൂടും കാറ്റും, അതുപോലെ തന്നെ സമ്മർ സീസണിൽ പൂക്കുന്ന പൂക്കളും, ഒരു ഫ്രൂട്ടി, ഫ്രഷ്, സിട്രസി, സ്വീറ്റ് എല്ലാം കൂടി ചേർന്നൊരു പെർഫ്യൂമാണ് മെഹർ. ട്രൈ ചെയ്ത് മുമ്പായിട്ട് വേറൊരെണ്ണം ട്രൈ ചെയ്യട്ടെ. കാട്ടുള്ളി തേലം. നന്നായിട്ടൊന്ന് ആഞ്ഞു വലിക്കണമെങ്കിൽ കാട്ടുള്ളി തേയില തേക്കണം. അത് എന്റേതാട്ടോ, നിങ്ങളാരും തേക്കരുത്. ഈ പറഞ്ഞെന്ന് തേക്കരുത്. പിന്നെ ഞാനിത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതെന്റെ തൊഴിലിന്റെ ഭാഗമായതുകൊണ്ടും പിന്നെ എന്റെ സുഹൃത്തുക്കളുടെ പ്രത്യേക നിർബന്ധം മാനിച്ചുമാണ്. ഓക്കെ, നല്ല സ്പ്രേയർ. ഓ, സെറ്റ് സാധനം. ഇതിന്റെ നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം. ഇതിന്റെ നോട്ടായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ടിൽ പാഷൻ ഫ്രൂട്ട്, അത് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് നല്ല സ്വീറ്റ്, പുളിപ്പും മധുരവും ചേർന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള സെക്സി ആയിട്ടുള്ള ഒരു സെക്സിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂം എന്ന് പറയാം. കാരണം പാഷൻ ഫ്രൂട്ടിന്റെ ഒരു സെഡക്റ്റീവ്നെസ് നമുക്ക് നന്നായിട്ട് കിട്ടും. പാഷൻ ഫ്രൂട്ടിന്റെ മെയിൻ നോട്ട് ഓർക്കിഡ്, ജാസ്മിൻ, സാഫ്രോൺ, ബെർഗാമോ. മിഡിൽ നോട്ടിൽ റെഡ് ബെറീസ്, ആംബർവുഡ്, ലില്ലി ഓഫ് ദ വാലി, ആംബർഗ്രീസ്. ബേസ് നോട്ടിൽ മസ്ക്, സാൻഡൽവുഡ്. ഇതിൽ ഇവർ എടുത്തിരിക്കുന്ന സോഴ്സസ് എന്ന് പറയുന്നത് ആംബർഗ്രീസ് എടുത്തിരിക്കുന്നത് മൊളൂക്ക ഐലൻഡിൽ നിന്നും, സാഫ്രോൺ എടുത്തത് കാശ്മീരിൽ നിന്നും, ജാസ്മിൻ സാംബക് ഇന്ത്യൻ ജാസ്മിനാണ് എടുത്തിരിക്കുന്നത്, ജാസ്മിൻ അബ്സല്യൂട്ട് അത് വാങ്ങിയിരിക്കുന്നത് ഈജിപ്തിൽ നിന്നാണ്. ബെർഗാമോ ഓയിൽ അത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഇറ്റലിയിൽ നിന്നാണ്, അത് ഇറ്റലിയിൽ നിന്ന് അക്യൂർ ചെയ്തു. പിന്നെ സാൻഡൽവുഡ് ഓയിൽ അതും ഇന്ത്യൻ സാൻഡിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ കിട്ടാവുന്ന ഏറ്റവും നല്ല ഓയിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും ചീപ്പായിട്ടുള്ള അരോമ മോളിക്യൂൾസ് അല്ല, എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് കിട്ടുന്നത് നല്ല പാഷൻ ഫ്രൂട്ട് സ്മെല്ല്. നിങ്ങൾക്ക് ഒരു ഫ്രഷ് സമ്മർ പെർഫ്യൂം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നല്ല ഫ്രൂട്ടി ആയിരിക്കണം, ഫ്രഷ് ആയിരിക്കും, ഇതൊക്കെ തന്നെയല്ലേ. ഫ്രഷ് ആയിരിക്കണം, ഫ്രൂട്ടി ആയിരിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം, നല്ല കോംപ്ലിമെന്റ് കിട്ടുന്ന DNA ആയിരിക്കണം, അല്പം യൂണീക്ക് ആയിരിക്കണം, ഈ ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണം, പ്രൊഡക്ഷൻ വേണം, എല്ലാവരും ശ്രദ്ധിക്കണം, കോംപ്ലിമെന്റ് കിട്ടണം, അതിലല്പം സ്വീറ്റ്നെസ് വേണം, കുറച്ച് പൂക്കൾ. ഓക്കെ, ഈ മഞ്ഞ ഈ ബോട്ടിലിൽ ചേരുന്ന ഇണങ്ങുന്ന തരത്തിലുള്ള മഞ്ഞ നിറത്തിലെ പൂക്കൾ, യെല്ലോ ഫ്ലോറൽ നോട്ട് ചേർത്തിട്ടുണ്ട്, വൈറ്റ് ഫ്ലോറൽ നോട്ട് ചേർത്തിട്ടുണ്ട്, ജാസ്മിൻ്റെയും പിന്നെ സാഫ്രോൺ നോട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ട്. സോ ഒരു ഫ്രൂട്ടി, ഫ്രഷ്, സ്വീറ്റ്, ഫ്ലോറൽ എല്ലാം കുടിച്ചൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്കൊരു പെർഫ്യൂമിൽ ഈ ഒരു പെർഫ്യൂം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പർപ്പസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഷ്, ഫ്രൂട്ടി, സ്വീറ്റ് പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. ഇതിൽ കിട്ടുന്ന മണം ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു പഴുത്ത പാഷൻ ഫ്രൂട്ടിന്റെ സ്മെല്ലും, അതോടൊപ്പം തന്നെ ബക്രാത്ത്. ഇതിൽ സ്വീറ്റ് നോട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ സ്വീറ്റ് നോട്ട് അവർ എടുത്തിരിക്കുന്നത് ബക്രാത്തിൽ നിന്നുള്ളൊരു സ്വീറ്റ്നെസ് ആഡ് ചെയ്തു. പിന്നെ ഏറ്റവും സെക്സി ആയിട്ടുള്ള സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉന്മേഷവും ഒരു എനർജിയും
ഒരു പ്രത്യേക ഒരു ഫീലും തരുന്നൊരു മണമാണ് പഴുത്ത പാഷൻ ഫ്രൂട്ടിൻ്റെ മണം. അപ്പോൾ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്രൂട്ടി കുറച്ച് പുളിപ്പും മധുരവും ചേർന്ന ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മണവും ബക്രാത്തിൻ്റെ സ്വീറ്റ്നസ്സും പിന്നെ കുറച്ച് മഞ്ഞപ്പൂക്കളും വെള്ള നിറത്തിലെ പൂക്കളും ചേർത്ത് സാഫ്രോണും ജാസ്മിനും ഒക്കെ ചേർത്ത് ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടി കോക്ടെയിൽ ഫ്രഷ് ഗുർമോൺ സ്വീറ്റ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ് മെഹർ. സോ നിങ്ങൾ ട്രൈ ചെയ്യണം. ഞാനിത് ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്. എനിക്ക് അധികം സാഹചര്യങ്ങളൊന്നും കുറേ പെർഫ്യൂം വാങ്ങി വെച്ചിട്ട് ഈ വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം ആളുകളുടെ അവസ്ഥ തന്നെ ആയിരിക്കും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഏത് പെർഫ്യൂം അടിക്കണമെന്ന് എനിക്കും അറിയില്ല. ഇത്രയും പെർഫ്യൂം ഉണ്ടെങ്കിൽ എനിക്കതറിയില്ല. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു സാഹചര്യം വരും. ആ സാഹചര്യത്തിലൊക്കെയാണ് ഞാൻ ഓരോ പെർഫ്യൂം ട്രൈ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ 28-ാം തീയതി ഏപ്രിൽ 28-ാം തീയതി എനിക്കൊരു ക്ലിനിക്കിൽ 28 എന്ന് പറയാൻ കാരണം എനിക്ക് എല്ലാ മാസം 28-ാം തീയതിയാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. 28-ാം തീയതി ക്ലിനിക്കിൽ ചെന്ന സമയത്ത് ഈ ഒരു പെർഫ്യൂമാണ് അടിച്ചിട്ട് പോയത്. ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിട്ട് പോയി കാറിൽ കയറി ഒരു 10-20 മിനിറ്റ് ചെന്നെത്തി ഞാൻ കയറി AC നല്ലൊരു ആംബിയൻസ് ആണ് ആ ഒരു ക്ലിനിക്കിൽ. കയറി ചെന്നിരുന്ന് അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ എൻ്റെ തൊട്ടടുത്ത ചെയറിൽ 2 കപ്പിൾസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആ പെൺകുട്ടി തൻ്റെ അടുത്തിരുന്ന ആളുകളോട് ഇങ്ങനെ ചെവിയിൽ പറഞ്ഞോളൂ നല്ല മണം എന്നിങ്ങനെ പറയുന്നത് എനിക്ക് പിറകിലിരുന്ന് എനിക്ക് കേൾക്കാം. ഞാൻ ശ്രദ്ധിച്ചു അത് നല്ല മണം. അവരുടെ റിയാക്ഷൻ അതായിരുന്നു. ഞാൻ കയറി ചെന്നപ്പോൾ റിയാക്ഷൻ അതായിരുന്നു. ഈ മണം നമുക്ക് കോംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാരുടെ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റുമല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, ഒഫൻസീവ് ആണോ ഇല്ലയോ. പക്ഷെ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു. ഞാൻ അത്രമാത്രം അടിച്ചിട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ആ ഒരു മണം കൊണ്ടുള്ള റിയാക്ഷൻ എനിക്ക് മനസ്സിലായി. അവർക്ക് എല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ട്, വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് പിടികിട്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു DNA ആണ്. നല്ലൊരു സമ്മർ ഫ്രൂട്ടി ഫ്രഷ് പെർഫ്യൂം ഫ്രം ദ ഹൗസ് ഓഫ് നീഷ്. ഇത് 100-130 കൊല്ലം പാരമ്പര്യമുള്ള ഒരു ഹൗസാണ്. നീഷാണ്, പേര് പോലെ തന്നെ നീഷാണ്, ബ്രാൻഡ് നീഷ് തന്നെയാണ്. ട്രൈ ചെയ്യുക. ഇതിൻ്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് 7 മണിക്കൂറാണ്. നമ്മുടെ നാട്ടിലെ ഹൈ ഹീറ്റിൽ 7 മണിക്കൂർ. ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ട്. 7 മണിക്കൂർ കഴിഞ്ഞിട്ടും വസ്ത്രത്തിൽ മണമുണ്ട്. പിറ്റേ ദിവസം നിങ്ങൾ വസ്ത്രം എടുത്ത് സ്മെൽ ചെയ്യുമ്പോൾ മണം നിൽക്കുന്നുണ്ട്. ബോഡിയിൽ ഞാൻ അടിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, വസ്ത്രത്തിൽ അടിക്കുന്നതാണ് നല്ലത്. ഇനി ഏത് കാലാവസ്ഥയിൽ ഇപ്പം പോകും മണം ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു മണമാണ്. നമ്മൾ പോകുന്നിടത്തൊക്കെ ഒരു തരംഗം പോലെ ഒഴുകി നടക്കുന്ന ജസ്റ്റ് ഒന്ന് ഫ്ലോട്ട് ചെയ്ത് പോയി മണം. ഓഫീസിൽ യൂസ് ചെയ്യാം, വെയിലത്ത് പോകുമ്പോൾ അടിച്ചിട്ട് ഇറങ്ങാം, രാത്രിയിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. ഒരു പാർട്ടി ക്ലബിംഗ് ഒക്കെ പറ്റിയത്. അതുപോലെ തന്നെ നിങ്ങൾ കോളേജിലൊക്കെ പോകുന്നവർ, അങ്ങനെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന യൂത്ത് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗേൾസ്, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് വാങ്ങേണ്ട പെർഫ്യൂമാണ്. ഈ റിവ്യൂ കാണുന്ന പെൺകുട്ടികൾ, നിങ്ങൾക്ക് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമാണ്, എന്നെപ്പോലെ നിങ്ങൾക്ക് ഫ്രഷ് ഫ്രൂട്ടി സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. നിങ്ങൾക്കും വർക്കൗട്ട് ആവുന്ന നല്ലൊരു DNA ആണ്. ഫോർ വിമൻ എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗേൾസ് കുറച്ചും കൂടി ഒന്ന് ഇത്തരം പെർഫ്യൂമിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് യൂണിസെക്സ് ആണ് കേട്ടോ, അതിലൊരു സംശയമില്ല. ഫോർ മെൻ യൂസ് ചെയ്യാം, ഒരു സംശയമില്ല. പക്ക യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള പെർഫ്യൂം. എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ബോട്ടിൽ പോലെ തന്നെയാണ് ജ്യൂസും മണവും സ്മെല്ലും ഒക്കെ. ഇതാര് വാങ്ങണം? ഇതാര് വാങ്ങണം എന്ന് പറഞ്ഞ കാര്യമില്ല. ഇതെല്ലാവരും വാങ്ങേണ്ട സാധനമാണ്. ഈ ചൂട് സമയത്ത് ഇതൊക്കെയാണ് വാങ്ങേണ്ടത്. അടിച്ചു നോക്കുക, നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. ഫുൾ ബോട്ടിൽ വാങ്ങുക, അവിടെ സൈറ്റിൽ തന്നെ വാങ്ങുക. ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും വർക്കൗട്ട് ആവുന്ന ഒരു ഫ്രഷ് ഫ്രൂട്ടി സ്വീറ്റ് ബക്രാത്തിന്റെ DNAയും പാഷൻ ഫ്രൂട്ടും, ഇത് രണ്ടും ഓർത്തിരിക്കുക. ഒരു സൈഡിലും ബക്രാത്തും ഒരു സൈഡിൽ പാഷൻ ഫ്രൂട്ടും, ഇത് രണ്ട് ചേരുമ്പോഴുള്ള DNA ഈ സാധനം. മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള സ്മെല്ല്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. കിട്ടുന്ന സാധനം വർക്കൗട്ട് ആവും. ട്രൈ ചെയ്തിട്ടുണ്ട് വാങ്ങാൻ. വീഡിയോ കാണുന്ന ഗേൾസ്, നിങ്ങളിത് മറക്കരുത്. ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.